തീർച്ചയായും ഗണപതി ഉൾപ്പെടെ, വീരഭദ്രസ്വാമി ഉൾപ്പെടെ, മുരുകൻ ഉൾപ്പെടെ അനവധിയായ ഉപദേവതകളാൽ സമ്മിഷ്ടമാണ് മൂകാംബിക അമ്മയുടെ സന്നിധി. തീർച്ചയായും ഭഗവതി ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റിലുമായി കാണുന്ന ധാരാളമായ ഉപദേവതകൾ, തീർച്ചയായും നിങ്ങൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് ചെന്നതും കൊടിമരത്തിന് ചുറ്റും അമ്മയുടെ പ്രദക്ഷിണ വഴിയിലുള്ള ആ ഉപദേവതകളെ തൊഴുത് അനുവാദം വാങ്ങി വേണം അത്ര അകത്തേക്ക് പോകാൻ. കാരണം അവിടെ ഇരിക്കുന്നത് രാജരാജേശ്വരിയാണ്, രാജനായികയാണ്, മഹാറാണിയാണ്. സഹസ്രനാമം ആരംഭിക്കുന്ന ശ്രീമത് സിംഹാസനേശ്വരി, സിംഹാസനത്തിലിരിക്കുന്ന മഹാമായയായ ശക്തി സ്വരൂപിണിയാണ് ആ മൂകാംബിക ഭഗവതി. അതുകൊണ്ട് അമ്മയെ കാണണമെങ്കിൽ, മഹാറാണിയെ കാണണമെങ്കിൽ തീർച്ചയായും പരിവാരങ്ങളുടെ ഒരു അനുമതി ആവശ്യമുണ്ട്. അതിനത്ര അനവധിയായ ഉപദേവതകളെ ആ ദേവാലയം ഇത്ര പ്രൗഢമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തീർച്ചയായും ഉപദേവാലയങ്ങൾ ചുറ്റിലും ഇരിക്കുന്ന ഉപദേവതാ സങ്കേതങ്ങളും കൂടെ ദർശിച്ചിട്ട് വേണം അകത്തെ അമ്മയെ, ശ്രീചക്ര വാസിനിയായ ശ്രീമൽ സിംഹാസനേശ്വരിയെ ദർശിക്കാൻ. മൂകാംബിക ഭജനത്തിലൂടെ തീരാത്ത ദുരിതങ്ങളില്ലത്രേ.